ജസ്റ്റ് ഒരു ഹിറ്റ് മാത്രമാകുമെന്ന് പലരും കരുതിയ വാഴ 2 ബോക്സ് ഓഫീസിൽ 150 കോടിയോളം നേടി കുതിക്കുകയാണ്. ആദ്യ ഭാഗത്തിന്റെ അതേ ട്രീറ്റ്മെന്റ് തന്നെയാണെങ്കിലും ഇമോഷന് കുറച്ചധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുക്കിയ ചിത്രം ഈ വർഷം മോളിവുഡിലെ ഏറ്റവും വലിയ വിജയമായി മാറിക്കഴിഞ്ഞു. വിഷു റിലീസായി മറ്റ് സിനിമകൾ എത്തിയാലും വാഴ 2 തന്നെയാണ് പ്രാധാന്യമെന്ന് പലരും കണക്കൂട്ടുന്നത്. എല്ലാം ഒത്തുവന്നാൽ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാകാൻ സാധ്യതയുണ്ടെന്ന് ട്രാക്കർമാർ വിലയിരുത്തുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് നേടിയ 120 കോടി എന്ന മാന്ത്രിക സംഖ്യ മറികടക്കാൻ 50 കോടി കൂടി വാഴ 2 ആവശ്യമാണ്. വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റാകാൻ സാധ്യതയുള്ള ധാരയോടെ മലയാളത്തിൽ അടുത്ത കാലത്തായി വന്ന ഇൻഡസ്ട്രി ഹിറ്റുകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റുകളെക്കുറിച്ച് പോസ്റ്റിൽ പറയുന്നു. പുലിമുരുകൻ 2016, 2018, 2023, തുടരും 2025, ലോക ചാപ്റ്റർ 1 2025 എന്നിങ്ങനെയാണ് മോളിവുഡിലെ ഇൻഡസ്ട്രി ഹിറ്റുകൾ. സ്വന്തം ബോക്സ് ഓഫീസ് റെക്കോർഡ് തിരുത്തിക്കുറിക്കുകയും മോളിവുഡിന്റെ റേഞ്ച് വലുതാക്കുകയും ചെയ്ത പുലിമുരുകനോടെ മോഹൻലാൽ തന്റെ സ്റ്റാർഡം വലുതാക്കി. മലയാളം പോലുള്ള കൊച്ചി ഇൻഡസ്ട്രിക്കും 100 കോടി എന്ന മാന്ത്രിക സംഖ്യ സ്വന്തമാക്കാമെന്ന് പുലിമുരുകൻ തെളിയിച്ചു. ബാഹുബലിയടക്കം വമ്പൻ സിനിമകൾ വിചാരിച്ചിട്ട് മുരുകനെ വീഴ്ത്താനായില്ല. 7 വർഷങ്ങൾക്ക് ശേഷം മുരുകൻ കേരള കളക്ഷൻ തകർത്തത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തെ മലയാളികൾ അതിജീവിച്ച രീതി ബിഗ് സ്ക്രീനിൽ വരച്ചിട്ട് 2018 പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. OTT റിലീസിന് ശേഷം ചിത്രം ട്രോളുകൾ വാങ്ങിയിരുന്നു. 2018ന്റെ റെക്കോർഡ് അധികം ആയുസ്സ് നൽകാൻ മോഹൻലാൽ വീണ്ടും സമ്മതിച്ചില്ല. 2 വർഷങ്ങൾക്ക് ശേഷം കൈവിട്ടുപോയ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന നേട്ടം മലയാളത്തിന്റെ മോഹൻലാൽ വീണ്ടും തിരിച്ചുപിടിച്ചു. തരുൺമൂർത്തി എന്ന ഫാൻബോയ് സംവിധായകനും മോഹൻലാൽ എന്ന നടനും താരത്തെ ഒരുപോലെ ഉപയോഗിച്ച ചിത്രം കേരളത്തിൽ മാത്രം 100 കോടി നേടാമെന്ന് സാധിക്കുകയും ചെയ്തു. എന്നാൽ തുടരുമിന്റെ റെക്കോർഡ് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 4 മാസങ്ങൾക്ക് ശേഷം കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ലോക ചാപ്റ്റർ 1 തുടരുമിനെ മറികടക്കുകയും ഒപ്പം 300 കോടി ക്ലബിൽ കയറി ആദ്യ മലയാള സിനിമയായി ലോകം മാറി. ഇതിൽ 2018 എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായത് മലയാളി പ്രേക്ഷകർ ഒരുപാട് കണക്റ്റായ കഥയായതുകൊണ്ടാണ്. മലയാളികൾ കാലങ്ങളായി കേട്ടുവന്നിരുന്ന കഥയെ ആധുനിക പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ലോകയും ഇൻഡസ്ട്രി ഹിറ്റായത്. വാഴ 2 ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുകയും എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ പുലിമുരുകനും തുടരും എന്നീ ചിത്രങ്ങൾ ഇൻഡസ്ട്രി ഹിറ്റായത് മോഹൻലാൽ എന്ന ഫാക്ടർ കൊണ്ട് മാത്രമാണെന്ന് പറയാം. ഈ രണ്ട് സിനിമകളുടെയും വിജയം മോളിവുഡിലെ തങ്കശില്പികളാൽ എഴുതപ്പെട്ട ചരിത്രമാണ്. മലയാളത്തിലെ ആദ്യ 100 കോടിയും കേരളത്തിൽ നിന്നുള്ള മാത്രമുള്ള ആദ്യ 100 കോടിയും നേടിയത് പിന്നിൽ എൽ ഫാക്ടർ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.